നമസ്കാരം, ഞാൻ NCR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വിക്രമാദിത്യ ചക്രവർത്തിയുടെ 61ാം ഭാഗമായ 16ാമത്തെ പ്രതിമയായ സുന്ദരവതി പറഞ്ഞ കഥയായിരുന്നു. അത് എൻ്റെ കഥാപ്രേമികൾക്ക് വളരെ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് 17ാമത്തെ പ്രതിമയായ സത്യവതി പറഞ്ഞ കഥ എന്താണെന്ന് നോക്കാം. വിക്രമാദിത്യ ചക്രവർത്തിയുടെ 62ാം ഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുകയാണ്. അങ്ങനെ അടുത്ത ദിവസം സിംഹാസന ആരോഹണത്തിലെത്തിയ ഭോജരാജാവിനെ 17ാമത്തെ പടിയിൽ നിന്ന സത്യവതി എന്ന സാലഭഞ്ജിക തടഞ്ഞു നിർത്തി. സത്യവതി വിക്രമാദിത്യ ചരിത്രത്തിലെ ഒരേട് വർണ്ണിച്ചു. ഒരിക്കൽ കാടാറുമാസം കഴിച്ചു കൂട്ടുവാൻ വിക്രമാദിത്യ ചക്രവർത്തി വേഷപ്രച്ഛന്നനായി ചകോരദേശം എന്നൊരു നാട്ടിലെത്തി. തലസ്ഥാന നഗരിയിലൂടെ കാഴ്ചകൾ കണ്ട് നടന്നപ്പോൾ കൊട്ടാരത്തിന് മുന്നിൽ വലിയ പന്തലിട്ട് വിഷ്ണുപുരാണ കഥായജ്ഞം നടത്തുന്നതായി അറിഞ്ഞു. അഷ്ടാദശ പുരാണങ്ങളിൽ അത്യന്തം മഹത്വമേറിയ വിഷ്ണുപുരാണം പുരാണങ്ങളിലെ രത്നമായി കണക്കാക്കപ്പെടുന്നു. അതൊന്ന് കേൾക്കണമെങ്കിൽ തന്നെ മുജ്ജന്മ സുഹൃതം വേണം. മഹാരാജാവും മന്ത്രിയുമെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. വിക്രമാദിത്യ ചക്രവർത്തിയും യജ്ഞശാലയിലേക്ക് നടന്നു. പരാശര മുനിയും മൈത്രേയനും തമ്മിലുള്ള സംവാദം അതിരസകരമായി പ്രഭാഷകൻ വർണ്ണിക്കുകയാണ്. സർവവും മറന്ന് വിക്രമാദിത്യൻ കഥയിൽ മുഴുകി. ഒരു സർഗം പൂർത്തിയായിട്ടുള്ള ഇടവേളയിൽ അതാ ഒരു സ്ത്രീ നിലവിളിച്ചുകൊണ്ട് യജ്ഞവേദിയിലേക്ക് ഓടി വരുന്നു. മഹാരാജൻ, രക്ഷിക്കണേ, അടിയന്റെ പുത്രനെ മുതല പിടിച്ചു. അവർ ഉറക്ക കരഞ്ഞുകൊണ്ട് രാജാവിനോട് പറഞ്ഞു. എവിടെ വച്ച്? അവിടെ നിന്നിരുന്ന മന്ത്രി ചോദിച്ചു. ഗംഗാനദിയിൽ അവൻ കുളിക്കാൻ ഇറങ്ങിയതാണ്. ഒരു മുതല അവനെ വലിച്ചു താഴ്ത്തി കൊണ്ടുപോയി. സ്ത്രീ പറഞ്ഞു. ഗംഗാനദിയിലെ മകര മത്സ്യങ്ങളുടെ വായിൽപ്പെട്ടാൽ പിന്നെ എന്ത് ചെയ്യാനാണ്? ഇനി രാജാവല്ല, ആര് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. മന്ത്രി ഉപദേശിച്ചു. ഇതെല്ലാം കേട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു നമ്മുടെ രാജാവ്. രാജാവിന്റെ നിസ്സംഗ മനോഭാവം വിക്രമാദിത്യന് അത്ര രുചിച്ചില്ല. പ്രജകളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കേണ്ടത് രാജാവിന്റെ ചുമതലയാണ്. കുറഞ്ഞ പക്ഷം അതിനുള്ള ആത്മാർത്ഥ ശ്രമമെങ്കിലും നടത്തണം. പുരാണ ഇതിഹാസങ്ങൾ നമ്മോട് പറയുന്നത് അതാണ്. വിക്രമാദിത്യൻ ആ സ്ത്രീയെ കൂട്ടി പുറത്തു വന്നു. എവിടെ വച്ചാണ് ആ സംഭവം ഉണ്ടായതെന്ന് അദ്ദേഹം ചോദിച്ചു മനസ്സിലാക്കി. യജ്ഞവേദിയോട് ചേർന്നുള്ള സ്നാനഘട്ടത്തിലാണ് മുതല പൊങ്ങി വന്നത്. അതിനെ കണ്ടുപിടിച്ചേ മതിയാകും. അതല്ലെങ്കിൽ മേലിലും അത് ഭക്തജനങ്ങളെ ആക്രമിച്ചേക്കാം. വിക്രമാദിത്യന്റെ നിർദ്ദേശപ്രകാരം വേതാളം ഗംഗാനദിയിലേക്ക് ഊളിയിട്ടു. നിമിഷങ്ങൾക്കകം ആ മകര മത്സ്യത്തെ കണ്ടുപിടിക്കുകയും ചെയ്തു. അതിനെ കൊന്ന് അതിന്റെ വയറിനുള്ളിൽ കുടുങ്ങിയ ആ ബാലനെ മോചിപ്പിച്ച് വേതാളം കരയിലെത്തിച്ചു. ബാലകൻ അമ്മയുടെ സമീപം ഓടിയെത്തി. അവർ ആനന്ദശ്രുവിൽ കുളിച്ചു. തൻ്റെ മകനെ രക്ഷിച്ച ആ മഹാനുഭാവനെ ആ സ്ത്രീ അവിടെയെല്ലാം തിരഞ്ഞു. വിക്രമാദിത്യനാകട്ടെ യജ്ഞവേദിയിൽ മടങ്ങിയെത്തി വീണ്ടും പുരാണ പ്രവചനം കേൾക്കാനിരിക്കുകയും ചെയ്തു. ആ സ്ത്രീ വീണ്ടും യജ്ഞവേദിയിലെത്തി തൻ്റെ മകനെ ഒരു മഹാ തേജസ്വി രക്ഷിച്ചുവെന്നും പറഞ്ഞ് മകനെ എല്ലാവരെയും കാട്ടി. മുതല വിഴുങ്ങിയ ബാലകനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ധീരൻ ആര് എന്നായി എല്ലാവരുടെയും അന്വേഷണം. അപ്പോഴേക്കും ആ സ്ത്രീ സദസ്സിലിരുന്ന വിക്രമാദിത്യ ചക്രവർത്തിയെ കണ്ടുപിടിച്ചു. അതാ അതാ ആ പുണ്യാത്മാവ്, അവർ വിക്രമാദിത്യന് നേരെ നോക്കി പറഞ്ഞു. എല്ലാവരും അവിടേക്ക് കണ്ണയച്ചു. ആ രാജ്യത്തെ രാജാവ് ഏറെ കൗതുകത്തോടെ ചോദ്യഭാവത്തോടെ അദ്ദേഹത്തെ നോക്കി. ആ സമയം മന്ത്രി അവിടേക്ക് ഓടിയെത്തി. ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അല്ലയോ വിക്രമാദിത്യ ചക്രവർത്തി, അങ്ങേക്ക് സ്വാഗതം. അങ്ങല്ലാതെ മറ്റൊരാൾക്ക് ഈ വിധത്തിലുള്ള ധീരത പ്രകടിപ്പിക്കാനാവില്ല, അതുറപ്പ്. മഹാരാജാവ് ഉടൻ എഴുന്നേറ്റ് അദ്ദേഹത്തെ വണങ്ങി കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. എന്നാൽ പുരാണ കഥാപ്രവചനം തുടർന്ന് കേൾക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും അതിന് അനുവദിക്കണമെന്നും വിക്രമാദിത്യൻ പറഞ്ഞപ്പോൾ പ്രത്യേക പീഠം അദ്ദേഹത്തിന് അനുവദിച്ചു. അവിടെ ഇരുന്ന് വിഷ്ണുപുരാണം അദ്ദേഹം സശ്രദ്ധ അങ്ങോട്ട് ശ്രവിച്ചു. സാലഭഞ്ജികയുടെ കഥ പൂർത്തിയായി. ഭോജരാജാവ് തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇത്രയും പറഞ്ഞുകൊണ്ട് 32 പ്രതിമകളിൽ
17ാമത്തെ പ്രതിമയായ സത്യവതി പറഞ്ഞ കഥ ഇവിടെ പൂർണ്ണമാക്കുന്നു. വിക്രമാദിത്യ കഥയുടെ 62ാം ഭാഗമായ ഈ കഥാഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.